ത്തിൽ ഇറക്കിയത്. രാഹുൽ ഗാന്ധി ഏപ്രിൽ 2-ന് വയനാട്ടിലെത്തും. അതേസമയം ഇടത് സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്. റിയാസ് KMR ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റിയാസ്, ആനി രാജ നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധി എത്താനിരിക്കുന്നതേ ഉള്ളൂ. കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഈ 3 പ്രമുഖർ ശക്തരായവർ കളത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കേണ്ടത്? എന്തെങ്കിലും അടിയൊഴുക്കുകൾക്കും വോട്ടുമറിക്കലിനും മറ്റും സാധ്യതയുണ്ടോ? ഫിജി, വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ NDA സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പായിരുന്നു. AP അബ്ദുള്ളക്കുട്ടിയുടെ അടക്കം പേര് തുടക്കത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. ഒപ്പം തന്നെ NDAയുടെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയേക്കും എന്ന തരത്തിലുള്ള പ്രചരണം വന്നു. എന്നാൽ BJP തന്നെ ആ സീറ്റ് ഏറ്റെടുത്തു. നേരത്തെ BDJSന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ എതിരിടാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തന്നെ NDA നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആനി രാജ ആണ് ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. ഇടത് സ്ഥാനാർത്ഥി ആനി രാജയാണ്. ആനി രാജ തുടക്കം മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര നയിച്ചതിന് ശേഷം അദ്ദേഹം വയനാട്ടിലെത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ദേശീയ തലത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, മാത്രമല്ല ഈ AICCയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം, ഈ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച ശേഷമായിരിക്കും അദ്ദേഹം വയനാട്ടിലെത്തുക. ഏപ്രിൽ 2-ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്ന വിവരം. എന്തായാലും ഏപ്രിൽ 2-ന് വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്ന് തന്നെ ഈ നോമിനേഷൻ സമർപ്പിക്കുമെന്നാണ് വിവരം. കാരണം ഏപ്രിൽ 4 വരെയാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ള തീയതി. എന്തായാലും ഈ K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം, ഒപ്പം തന്നെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം, ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ CPI അല്ലെങ്കിൽ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പരമാവധി വോട്ടുകൾ CPIക്ക് അനുകൂലമായി സമാഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദേശീയ നിർവാഹക സമിതി അംഗമായ, ദേശീയ മുഖമായ ആനി രാജയെ ഇടതുപക്ഷം ഇവിടെ വയനാട്ടിൽ അവതരിപ്പിച്ചത്. എന്നാൽ അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയായി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം. കാരണം കഴിഞ്ഞ തവണ 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇടത് സ്ഥാനാർത്ഥി PP സുനീറിന്, CPIയിലെ PP സുനീറിന് 2.5 ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിന് മുകളിലായിരുന്നു. അത് പകുതിയാക്കി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യമാണ് K സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതായത് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടിയോ 10 ലക്ഷത്തോളമോ ആക്കുക എന്നൊരു ലക്ഷ്യം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയായി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷം ആനി രാജയിലൂടെ ലക്ഷ്യമിടുന്നതും BJP K സുരേന്ദ്രനെ ഇറക്കിയതിലൂടെ ലക്ഷ്യമിടുന്നതും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതാണ്. മറിച്ചൊരു ഫലം ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിജയം ഏതായാലും വയനാട് പോലുള്ള കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക, പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തെയും BJPയും സംബന്ധിച്ചുള്ള പ്രധാനമായ ഒരു നീക്കം. അതിന്റെ ഭാഗമായാണ് ഇടതുപക്ഷം ദേശീയ മുഖമായ ആനി രാജയെ അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ തന്നെ BJPയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ട് NDAയും ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും കടുത്ത പോരാട്ടം നടത്തുക എന്നുള്ളത് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് BJP ആയാലും ഇടതുപക്ഷമായാലും ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഫിജി. ശരി റിയാസ്, വയനാട് അങ്ങനെ കൂടുതൽ ശ്രദ്ധേയമാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നമുക്ക് കൊല്ലത്തേക്ക് പോകാം. രാജീവ് വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി